കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിനെ തുടർന്ന് ഒരു വിശദീകരണ കുറിപ്പ് കൂടി അങ്ങ് ഇറക്കിയിരുന്നു. അതൊരു സതീശനെതിരായ നിലപാടല്ല ഈ ഐക്യം എന്നൊക്കെ ചോദിക്കുന്നത്. അതല്ല, സതീശനെ എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, SNDP NSSുമായിട്ടുള്ള വിഷയത്തിൽ ഈ സതീശ് അങ്ങനെയാണ് അവിടെ KPCC പ്രസിഡന്റ് ഇല്ലേ, അവരെ തന്നെ അവരെ അല്ലേ ഉയർത്തേണ്ടത്. ഇയാളെ എത്ര പൊക്കി കാണിക്കേണ്ട കാര്യം തന്നെ. അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആരും ആളാകണ്ട. എന്നിട്ട് അയാൾ പറയും വർഗീയത പറയുന്നു. ആരാ വർഗീയതയ്ക്ക് പോകുന്നു? ഞങ്ങളാരും പോയിട്ടില്ല വർഗീയതയ്ക്ക്. പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ അണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ്, വർഗീയത 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 എന്ന് പറയും. അവർ ഞങ്ങളുടെയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമായി. അതിന് ഞങ്ങളുടെ അങ്ങനെ വരാറായില്ല സതീശൻ. കോൺഗ്രസ്സുകാർ തീരുമാനിച്ച് കാണിക്കായിരിക്കും സതീശൻ പറഞ്ഞോളാം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞില്ല, ഞങ്ങളുടെ ഔദ്യോഗിക പാർട്ടിയുടെ തീരുമാനമാണ് പറഞ്ഞില്ല. ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല അങ്ങനെ പറയണ അവർക്ക് ആയിക്കോട്ടെ, കുഴപ്പമൊന്നും. ഈ കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞ സാറേ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ കൊടുക്കുന്ന സുരേഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കോൺഗ്രസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നീക്കങ്ങൾ വല്ലതും നടത്തിയിരുന്നോ കോൺഗ്രസ്? ചർച്ചകളായി ഉണ്ടായില്ല. ഈ കൊടുക്കുന്ന സുരേഷ് MP ഒക്കെ വന്ന് തിരിച്ചുപോയി പിന്നെയും തിരികെ വന്നു. അല്ലല്ല, അത് ഞാൻ കണ്ട കാര്യമല്ല പറഞ്ഞത്. കൊടുക്കുന്ന സുരേഷ് വന്നു തിരിച്ചുപോയി എന്നൊക്കെ ഇവിടെ ചാനലുകാരെ അവിടെ ഒന്നും ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു പോയതായിട്ട്. എന്തോ ഇല്ല, അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ സതീശന് പിന്തുണ കുറെ കോൺഗ്രസ്സുകാർ കൊടുത്തല്ലോ സാർ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് കോൺഗ്രസ്സുകാർ വരെ എടുത്തല്ല സാർ, ഞാനെന്തിനത് പറഞ്ഞു. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നും അല്ലെന്ന്, ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. ഈ ഐക്യ ചർച്ച നടത്തുമെന്ന് പറയുമ്പോഴും അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് NDA പോലൊരു ഘടകകക്ഷിയുടെ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. അദ്ദേഹം ആരെ ഏർപ്പെടുത്തിയതെന്ന് അറിയാനില്ല. ഇന്നിപ്പോൾ ചാനലിൽ കണ്ടു, പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ അല്ലേ അയക്കൊന്ന് കണ്ടു. അപ്പോൾ NDA അങ്ങനൊന്നുമില്ല. ഞാൻ തുഷാരപ്പള്ളി അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടേ കാണുന്നുള്ളൂ. പൊതുവെ പലരും ചൂണ്ടിക്കാണുന്ന ചില വിമർശനങ്ങൾ ഈ KM ഷാജിയെപ്പോലുള്ള നേതാക്കൾ നടത്തുന്ന ചില പരാമർശങ്ങൾ, മതമാണ് പ്രധാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതാരും വിമർശിക്കുന്നില്ല. അതേസമയം വെള്ളാപ്പള്ളി പറയുന്നതും അതിനെ വലിയ വർഗീയതയെ ചൂണ്ടിക്കാണിക്കുന്നതും. അല്ല, അവരാരും ഞങ്ങളെ വിമർശിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഞങ്ങളെ അവരാരും വിമർശിക്കുന്നില്ല. വിമർശിക്കപ്പെടുന്നവർ വേറെ ഉണ്ട്, അവർ തമ്മിൽ പറഞ്ഞോട്ടെ. അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിമർശനങ്ങൾ പാടില്ലാത്തതാണ്. ഇരു കൂട്ടരുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാത്ത. അതാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ. വെള്ളാപ്പള്ളിയോടുള്ള സമീപനം, നടേശനോടുള്ള സമീപനം കുറച്ചുകൂടെ മര്യാദയോടുകൂടി വേണം. രാഷ്ട്രീയക്കാരെന്നാണ് പറഞ്ഞത്, അല്ലാതെ സതീശൻ്റെ പേരല്ല പറഞ്ഞത്. പിന്നെ എന്നതിനാ സതീശനെ പിടിച്ച് അവിടെ വെക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയക്കാരുടെ സമീപനം എന്ന് ഞാൻ പറഞ്ഞു അന്ന്. അതിപ്പോഴും നോക്കിയാൽ അറിയാം.